ഇനി വിലാപയാത്ര കടന്നു പോകുന്നത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത കൊളോസിയത്തിനടുത്തുകൂടെയാകട്ടെ. ആ വഴി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മനോഹരമായ ആകാശ ദൃശ്യം നമുക്കായി നൽകപ്പെട്ടിട്ടുണ്ട് ഈ TV സ്ക്രീനിൽ. കൊളോസിയം എന്താണെന്നറിയാവോ? ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിശ്വാസികളായി എന്ന ഒറ്റ കാരണത്താൽ തെരുവോരങ്ങളിൽ മനുഷ്യരെ, ക്രിസ്തീയ വിശ്വാസികളെ പച്ചയ്ക്ക് കത്തിച്ചു നിർത്തിയ ഇടം, മൃഗങ്ങൾക്ക് തീറ്റയായി വിശന്നു വലഞ്ഞ മൃഗങ്ങളിട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് ക്രിസ്തുവിശ്വാസികളെ കൊണ്ടുചെന്നിട്ടുകൊടുത്ത കൊളോസിയത്തിനടുത്തുകൂടെയാണ് പീഡകളുടെ, കത്തോലിക്ക ക്രൈസ്തവ മതപീഡനത്തിന്റെ ഓർമ്മകളായി വിറക്കുന്ന ഈ ഇടത്തുകൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും പേറിക്കൊണ്ടുള്ള ഈ യാത്ര. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ് ലോകം. ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് വിവരിക്കുകയായിരുന്നു ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര. വളരെ ഭംഗിയായി അദ്ദേഹം ആ ചടങ്ങുകളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമ്മളോട് വിശദീകരിക്കുകയായിരുന്നു. കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്ര പുരോഗമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയായി സെൻറ് മേരീസ് ബസലിക്കയിൽ നിന്ന് സെയിൻറ്റ് മേരി മേജർ ബസലിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. മെരുളാന റോഡ് വഴി വിലാപയാത്ര കടന്നു പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെൻറ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും ജോർജ് കുര്യനും ഉൾപ്പെടുന്ന സംഘം ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ലാളിത്യത്തിൻ്റെ ഇടയൻ വിട പറഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ് ലോകം. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പ്രകൃതിക്ക് വേണ്ടിയും നിരന്തരം ശബ്ദമുയർത്തിയ മാർപ്പാപ്പ, അനീതിക്കെതിരെ നിർഭയമായി സംസാരിച്ച മാർപ്പാപ്പ, സാഹോദര്യത്തെക്കുറിച്ചെന്നും നമ്മളെ ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകുകയാണ് ലോകം. അശരണർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി എന്നും അദ്ദേഹം ശബ്ദിച്ചിരുന്നു. സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച മനുഷ്യസ്നേഹിക്ക് ലോകമൊന്നാകെ യാത്രാമൊഴി നൽകുകയാണ്. കാരുണ്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായി എന്നും നമ്മൾക്കിടയിൽ നിന്നുകൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈസ്റ്ററിന് അവസാന സന്ദേശത്തിലും ഗസയിൽ സമാധാനത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹം പരിഷ്കരണത്തിൻ്റെ പാപ്പ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മാർപ്പാപ്പ കൂടിയാണ്. ബാലപീഡനത്തിനെതിരെ കടുത്ത നിലപാടെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. സുവർഗാനുരാഗികളെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കാൽകഴുകൽ ശുശ്രൂഷയിൽ അഭയാർത്ഥികളെയും ജയിലിൽ കഴിയുന്നവരെയും ഉൾപ്പെടുത്തി അങ്ങനെ സഭയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞു പോകുന്നു. ലോകമൊന്നാകെ അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ്. വിവിധ രാഷ്ട്രത്തലവന്മാരടക്കം ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. വത്തിക്കാനിൽ നിന്ന് PP ജെയിംസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. PP ജെയിംസ്, അതിൻ്റെ ദൃശ്യങ്ങൾ, വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇരുവഴികളിലുമായി വിശ്വാസികൾ മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകുന്നു. ചടങ്ങുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ് PP ജെയിംസ്? റീജിത്ത്, ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 2 മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള മൊബൈലും അത് മോട്ടോർ സൈക്കിളുകളുടെയൊക്കെ അകമ്പടിയോടെ പോവുകയാണ്. ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ യാത്ര പറയുന്നുണ്ട്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ നടന്നു നീങ്ങിയ വഴികളിലൂടെ ഏറ്റവും അവസാനത്തെ യാത്രയാണ് ഈ യാത്ര. ഇനി മടക്കമില്ലാത്ത യാത്രയാണ് ഈ യാത്ര. സെന്റ് പീറ്റേഴ്സ് ചതുരത്തില് തിങ്ങിക്കൂടിയ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. പക്ഷേ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഏതാണ്ട് അനാഥമാവുന്ന, ഇവിടെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ടാണ് മാർപ്പാപ്പ ലോകത്തെ അഭിസംബോധന ചെയ്തത്. ഏതാണ്ട് 140 കോടി വിശ്വാസികളുടെ തലവൻ, 108 ഏക്കർ മാത്രമുള്ളെങ്കിലും ലോകത്തിന്റെ മനസാക്ഷിയായി നിന്ന വത്തിക്കാൻ സാമ്രാജ്യത്തിന്റെ തലവൻ ഇതാ വിടവാങ്ങുകയാണ്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനഹൃദയങ്ങളിൽ
ഉണ്ടാവും. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ, ദരിദ്രരുടെ, അഭയാർത്ഥികളുടെ, ഇസ്രായേലിലും ഗസ യുദ്ധത്തിൽ, യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെ, അതിൽ പീഡനം അനുഭവിച്ചവരുടെയൊക്കെ ഹൃദയങ്ങൾ, അവർക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ ഒരു മാർപ്പാപ്പ. ഇവിടെ ലോക നേതാക്കൾ മുഴുവൻ എത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, വ്ളാഡിമിർ സെലൻസ്കി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടക്കം നിരവധി നേതാക്കളാണ് ഇവിടെ എത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ നൂറുകണക്കിന് മെത്രാന്മാര്, അതുപോലെ 150 കർദിനാൾമാർ, ആയിരക്കണക്കിന് വൈദികരും സന്യസ്തരും, ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവർ ചേർന്നാണ് മാർപ്പാപ്പയ്ക്ക് ഏതാണ്ട് ഇവിടുന്ന് അന്ത്യയാത്ര മൊഴി ചൊല്ലിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില് വളരെ എളിമയാർന്ന കാലാവസ്ഥയായിരുന്നു. സൂര്യൻ ഉദിച്ചു നിന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദിച്ച സൂര്യനാണ്. ലോകത്തിന്റെ മനസാക്ഷിയായി ഉദിച്ചുയർന്ന സൂര്യനെ യാത്രയാക്കാൻ കാർമേഘങ്ങളൊക്കെ മാറി നിന്ന് വലിയ സൂര്യൻ കത്തി ജ്വലിച്ചു നിന്ന ഒരു ഇതിലാണ് മാർപ്പാപ്പ ഇവിടുന്ന് യാത്രയായത്. ഒരുപാട് വിശ്വാസികൾ മാർപ്പാപ്പയുടെ ശവമഞ്ചം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലൂടെ കൊണ്ടുപോകുമ്പോൾ കരയുന്നുണ്ടായിരുന്നു, തേങ്ങുന്നുണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ ഒരു മാർപ്പാപ്പ ഇനി എന്നുള്ള ചോദ്യമുണ്ട്. അതിനിടയിൽ ഇവിടെ സംസാരിക്കുന്നവർ അടുത്ത മാർപ്പാപ്പയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല പേരുകളുമുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരുപക്ഷെ സംസ്കാരത്തിന് ശേഷം, ദുഃഖാചരണത്തിന് ശേഷമായിരിക്കും നടക്കുക. അതുപോലെ തന്നെ ഇവിടെ ലോക നേതാക്കൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു. ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ചുറ്റളവിൽ ബാരിക്കേഡുകൾ കെട്ടി എല്ലാവരും തടഞ്ഞിരിക്കുകയായിരുന്നു. വളരെ കുറച്ചുപേരെയാണ് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് കടത്തിവിട്ടത്. ഇവിടെ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം എൻക്ലേവ് ഉണ്ടെങ്കിലും ഒരുപാട് മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും തിരക്കൊഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മാർപ്പാപ്പയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള മൊബൈൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വത്തിക്കാൻ കടന്ന് റോമിന്റെ തെരുവീതികളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ആന്റണി അച്ഛൻ പറഞ്ഞതുപോലെ റോമൻ കൊളോസിയം എന്ന് പറയുന്നത് കുപ്രസിദ്ധവും ചരിത്രപ്രസിദ്ധവുമാണ്. അവിടെയാണ് ഗ്ലാഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടിയതും അത് കണ്ട് രസിച്ച ചക്രവർത്തിമാരൊക്കെ ഉണ്ടായിരുന്നതാണ്. റോമാ സാമ്രാജ്യം ഒരു കാലത്ത് ആഫ്രിക്കയും യൂറോപ്പും ഒക്കെ അടക്കി വാണതാണ്. ആ റോമാ സാമ്രാജ്യം പിന്നീട് തകരുകയും പിന്നീട് ഇപ്പോൾ റോമ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ആത്മീയ നേതാക്കളുടെ പേരിലാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. 266 ആമത്തെ മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. ഇനി വരുന്ന മാർപ്പാപ്പ 267 മാർപ്പാപ്പയായിരിക്കും. അത് ആര് എന്നുള്ളത്, അത് യൂറോപ്പിൽ നിന്ന് തന്നെയാവുമോ അതോ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതുപോലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് ഒരു മാർപ്പാപ്പ വരുമോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ഇവിടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഇന്നിവിടെ ഇറങ്ങിയ പത്രങ്ങളിലും ചാനലുകളും മുഴുവൻ മാർപ്പാപ്പയെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മാർപ്പാപ്പയെ കുറിച്ച് വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി നേതാക്കളാണ് എത്തിയത്. അതിന്റെ തലപ്പത്തുള്ള നിരവധി നേതാക്കൾ. അവർ പറയുന്നത് ക്രൈസ്തവ സഭയുടെ തലപ്പത്തായിരുന്നിട്ടും ഇസ്ലാം മതവിശ്വാസികളോട് ഗസയിലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയൊക്കെ ചെയ്ത മാർപ്പാപ്പ മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുതേ എന്ന് പറഞ്ഞ മാർപ്പാപ്പ ഇസ്രായേലിലെ ബന്ദികളെ വിട്ടയക്കണമെന്നും പറഞ്ഞു. ഉക്രൈൻ യുദ്ധത്തിനെതിരെ പൊരുതി സ്വവർഗ അനുരാഗികളെ കൂടെ പിടിച്ചു നിർത്തി എന്ന് മാത്രമല്ല, യൂറോപ്പില് പാവപ്പെട്ട അഭയാർത്ഥികൾ വന്നപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ അവർ വീണ് തകരുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥ കണ്ടിട്ട് മാർപ്പാപ്പ പറഞ്ഞു, അഭയാർത്ഥികൾക്ക് മേൽ യൂറോപ്പ് വാതിൽ കൊട്ടിയടക്കരുത്. അവർ ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും മറ്റു വിശ്വാസികളാണെങ്കിലും അവരെ ഈ ക്രിസ്തീയതയുടെ പേരിൽ സ്വീകരിക്കണം, അവരെ കൊണ്ടുവരണം എന്നുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ആവശ്യം മാർപ്പാപ്പ ഉന്നയിച്ചിരുന്നു. ആ തരത്തിൽ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും പീഡിതരുടെയും പക്ഷം ചേർന്ന ഒരു മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകമെമ്പാടും 200 രാജ്യങ്ങളിലേറെ സഞ്ചരിച്ചതാണ്. 15 തവണ ചന്ദ്രനിലേക്ക് പോകുന്ന ദൂരം സഞ്ചരിച്ചു. ഒരുപക്ഷെ ഈ മാർപ്പാപ്പ ശരാശരിയിൽ 13 വർഷമാണ് ഇരുന്നതെങ്കിലും ശരാശരിയിൽ 65-ലേറെ രാജ്യങ്ങൾ പോയതുകൊണ്ട് ശരാശരിയിൽ ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമനേക്കാൾ മുൻപിലാണ്. അതിശക്തമായ നിലപാടുകളുടെ മാർപ്പാപ്പ.